അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സൂര്യകാന്തി തോട്ടം കാണാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ പിള്ളേർക്കൊക്കെ അവധിയായിരുന്നു. അപ്പം ബാങ്ക് ഹോളിഡേ ഒക്കെ പ്രമാണിച്ച് ഇവിടെ അവധിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് പോയതാണ്. അപ്പം കുറച്ച് കഴുതുകളെയൊക്കെ കണ്ടു. പിന്നെ നല്ല രസമാണ്, ഒരുപാട് ഏക്കർ കണക്കിന് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് പിള്ളേരെ കൊണ്ട് അതിനോടൊക്കെ ഒന്ന് നടന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്ന് ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട് ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് അതിൻ്റെ ഒരു വ്യൂ എന്നൊക്കെ പറയുന്നത്. പിന്നെ വെതർ ഓഫ് കോഴ്സ് നല്ലൊരു വെതറായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടവർക്ക് അവരൊരു കത്രിക പോലത്തെ ഒരു സംഭവം വരും. അപ്പം നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണോ അത്രയും കട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവർ ക്യാഷ് ഈടാക്കുക. നമുക്ക് അതുകൊണ്ട് പിന്നെ പിടിച്ച് വീട്ടിലോട്ട് പോരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടു നോക്കിയോളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ കടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഒരു ബെഞ്ചും കുറച്ച് കച്ചിക്കൂട്ടമൊക്കെ വെച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം എന്നെ നിങ്ങൾ കണ്ടില്ല, എന്നെ ഒന്ന് കണ്ടോളൂ. അപ്പോൾ ഇതാണ് ഞാൻ സൂര്യകാന്തിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാക്ടർ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ചുമ്മാ അതിൻ്റെ അകത്തൊക്കെ കയറി നിന്ന് ഫോട്ടോസ് എടുക്കേണ്ടവർക്ക് എടുക്കാം. കുറേ പേരുടെ വെയിറ്റിംഗ് ആയതുകൊണ്ട് അധിക സമയം നമുക്ക് വെയിറ്റിംഗ് നിൽക്കുകയാണ് ആൾക്കാർ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ടിറ്റിട്ട് ഇറങ്ങി. അപ്പം ഇതാണ് കുറച്ച് പേര് അവിടെ ട്രെയിനിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിള്ളേർക്കൊരു എൻജോയ്മെൻറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് സംഭവം, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രെയിൻ. ഇത് പിള്ളേരുടെ ഇങ്ങനെ കാർട്ടൂണിൻ്റെ അകത്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ആ ഒരു കാട് പോലെ സ്ഥലമുണ്ട്. ആ കാടിലൂടെ ഇങ്ങനെ ഇറങ്ങി. ഇതാണ് വേറൊരു വലിയൊരു എന്താ പറയുക, ചെറിയൊരു ബസ് പോലത്തെ ഒരു തരം സംഭവം വന്നിരിക്കുന്നത്. വലിയൊരു ട്രാക്ടർ പോലത്തെ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്, കണ്ടോ. അപ്പം കുറച്ച് പേരൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു എൻജോയ്മെൻ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഹാലോവിൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ആഘോഷങ്ങളുടെ രാവ് വരുവാണ്, ന്യൂ ഇയർ വരെ. അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്താ പറയുക, വേണ്ടവരൊക്കെ വരൂ. ഇത് ലെനാർക്കിലാണ്. അപ്പം വീണ്ടും കാണാം എല്ലാവർക്കും അടുത്തടുത്ത് കൊച്ചു വീഡിയോസുകളെ. അപ്പോൾ ടേക്ക് കെയർ, ബൈ.